കുട്ടികൾക്കാവട്ടെ വലിയവർക്കാവട്ടെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കറിയാണ് ഈ ഒരു സോയാ ചങ്ക്സ് വെച്ചിട്ടുള്ള ഈ ഒരു കറി. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുക ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ നല്ല ജീരകം, പെരിഞ്ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി, ചെറിയുള്ളി, തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. സോയാ ചങ്ക്സ് കുതിർത്തതും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, കുറച്ച് ക്യാരറ്റും കുറച്ച് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉരുളക്കിഴങ്ങാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഈ ഒരു ഐറ്റംസിലോട്ട് മല്ലിപ്പൊടി കുറച്ചധികം ഉപയോഗിക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം ഉപയോഗിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. അതിനുശേഷം നമുക്കിത് വേകാനായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിലോട്ട് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്താൽ സംഭവം സെറ്റായി. അപ്പോൾ അത് ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതിലിട്ടിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അത് ഉടച്ചെടുത്താൽ നല്ലൊരു കുറുകിയ രീതിയിലുള്ളൊരു കറിയായി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് ചാനൽ ഫോളോ ചെയ്യണേ, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ.